ഗോജോ വേഴ്സസ് സുക്കുന എന്നുള്ള ഫൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങാണ്. എന്നിട്ട് തുടങ്ങണതിന് മുന്നേ ഒരു കാര്യം പറയാം. ഈ ഫൈറ്റിന്റെ അവസാനം എന്താ ഉണ്ടാവുക നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്. അത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. പക്ഷെ ഫൈറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്നും ഫൈറ്റ് ഉണ്ടാവുന്ന മൊമെന്റ്സ് എല്ലാം പറയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കും സത്തോറു ഗോജോ ഇത്രയും അൺഡിഫൈഡ് ആയിട്ടുള്ള ഒരു മോൺസ്റ്റർ ആണോ എന്ന്. കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് കീപ് വാച്ചിങ്. ഫൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കാണിക്കുന്നത് സ്റ്റുഡൻസിനെയാണ്. സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും. ഇപ്പൊ ഗോജോനെ ഫൈറ്റിന് ചേറി അയക്കണോ അതോ ഗോജോനെ ഒന്ന് ജീവനോടെ തിരിച്ചു വരണം എന്ന് പറഞ്ഞ് അയക്കണോ, എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് ഇവർ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും അതും കാണിക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഗോജോയുടെ എൻട്രി വരുന്നത്. ഗോജോ അത്രയും സീരിയസ് മോഡിലായിരിക്കും അവിടെ എൻട്രി ഉണ്ടാവുക. ആൻഡ് ഇങ്ങനെ സീരിയസ് മോഡിലുള്ള ഒരു ഗോജോനെ കണ്ടിട്ട് ലിറ്ററലി അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാ പിള്ളേരും ലിറ്ററലി നിശബ്ദരാവുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ അവിടെ യൂജി വരും. ആൻഡ് യൂജി വന്നിട്ട് പറയും, സെൻസേ നിങ്ങളുടെ വഴിയിൽ തന്നെ നിങ്ങളുടെ കേഴ്സ്ഡ് ടെക്നിക്ക് നിൽക്കുന്നെന്ന് പറയും. ഈ ഒറ്റ ഡയലോഗ് തന്നെ ഗോജോ ചില്ലായിരിക്കും. ഗോജോ പിന്നെ അങ്ങോട്ട് അതായത് നമ്മുടെ പഴയ ഗോജോ പോലെ ആയിരിക്കും. ആൻഡ് ആ ഒറ്റ ഡയലോഗ് കൊണ്ട് തന്നെ യൂജി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ മൂഡ് ശരിയാക്കും. എല്ലാവരും ചിൽ മൂഡിലായിരിക്കും. പിന്നെ ആൻഡ് ചിയർ ചെയ്തുകൊണ്ട് ഗോജോനെ ഫൈറ്റിലോട്ട് അയക്കും. ആൻഡ് ഇതിനു ശേഷം ഇവർ തമ്മിൽ അതായത് ഗോജോയും സുക്കുണയും തമ്മിലുള്ള ഫൈറ്റ് ചെയ്യാനുള്ള സ്ഥലം ഇതുവരെ തീരുമാനിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ അതായത് ആ നഗരത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് അതായത് ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിന്റെ മുകളിൽ പോയി നിൽക്കും. ആൻഡ് ഈ ടോപ്പിലോട്ട് പോകുമ്പോൾ തന്നെ ഗോജോ ഒരു കാര്യം ഉറപ്പുവരുത്തും. ലാസ്റ്റ് ടൈം ഡൊമൈൻ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുമ്പോൾ 0.2 യൂസ് ചെയ്യുമ്പോൾ നോർമലി ജനങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് അസിസ്റ്റന്റിനോട് കൺഫേം ചെയ്യും. അസിസ്റ്റന്റും ഇല്ല ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഗോജോ ഒന്ന് റിലീഫായി ഉണ്ടായിരിക്കും. ഗോജോ എത്രയൊക്കെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിലും ഗോജോക്ക് എപ്പോഴും കൺസേൺ ഉണ്ടായിരിക്കും നോർമൽ പീപ്പിളിന്റെ ഇടയിൽ. ആൻഡ് ഇതിന് ശേഷം ഗോജോ ടോപ്പിലെത്തും. ഗോജോ ടോപ്പിലെത്തുമ്പോൾ ഉത്തായ്മ ഉണ്ടാവും അവിടെ. ഉത്തായ്മയോട് പറയും സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ആൻഡ് ഉത്തായ്മ സം കൈൻഡ് ഓഫ് ഒരു റിച്വൽ ഡാൻസ് അല്ലാണ്ട് അത് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഈ റിച്വൽ ഇവിടെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഉറൂമെ സുക്കുണയോട് ചോദിക്കുന്നുണ്ടാവും, അറിയാം ഫൈറ്റ് ഇന്ന് തന്നെയാണ് നടക്കാൻ പോകുന്നത്, പക്ഷേ ഈ ഫൈറ്റ് എവിടെ വെച്ച് നടക്കും, എങ്ങനെ നടക്കും എന്ന് ചോദിക്കും. അപ്പൊ സുക്കുണ ചിരിച്ചോണ്ട് പറയും ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് പറയും. കാരണം ഇപ്പൊ തന്നെ സുക്കുണക്ക് ഗോജോയുടെ പ്രസൻസ് ഒരുപാട് ദൂരം തന്നെ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് ഇതോടുകൂടി കാര്യം മനസ്സിലായി, ഗോജോവും തയ്യാറെടുക്കുന്നുണ്ട് ഫൈറ്റിന് വേണ്ടി എന്നുള്ള കാര്യം സുക്കുണക്ക് മനസ്സിലായി. ആൻഡ് ഇതിനുശേഷം ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അത് ഇങ്ങോട്ട് വരുമ്പോൾ അവർ കിയോത്താക്കി ചോദിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ കിയോത്താക്ക് അല്ലാണ്ട് ഒരുപാട് പേരുണ്ട് ബാരിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബാരിയർ ഉണ്ടാക്കാൻ വേണ്ടി വേറൊരാൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവൻ എന്തിനാ ചൂസ് ചെയ്തെന്ന് അവൻ ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ഗോജോ റിപ്ലൈ ആയിട്ട് പറയും, നീയാണ് എൻ്റെ അടുത്തുള്ള വൺ ഓഫ് ദ ട്രസ്റ്റഡ് ഉള്ള പേഴ്സൺ, അതായത് എനിക്ക് നിന്നോളം വിശ്വാസം ഇപ്പൊ വേറെ ആരില്ല എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരൊറ്റ കാര്യം മതി എനിക്ക് നിന്റെ ബാരിയർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം നിന്റെ ബാരിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സേഫ് ആയിരിക്കും എന്ന് പറയും. ആൻഡ് ഇതിനുശേഷം കിയോത്താക്കോ ആലോചിക്കുന്നതാണ് കാണിക്കുന്നത്. അത് ഈ റിച്വലിനിടയ്ക്ക് കിയോത്താക്കോ ആലോചിച്ചുകൊണ്ടിരിക്കും. അതായത് ഞാനൊരു ബഹോഡ ആയിരുന്നു, എനിക്ക് ആരും എന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ലോകത്ത് തന്നെ ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള ആൾ ഇപ്പം എൻ്റെ മേലിൽ ഒരു വിശ്വാസം വെച്ചിട്ടുണ്ട്, അതെനിക്ക് ഒരിക്കലും നശിപ്പിക്കരുതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ഇനി എൻ്റെ ജീവൻ ഇന്ന് ഇവിടെ നഷ്ടപ്പെട്ടാലും ഗോജോ എൻ്റെ മേളിൽ വെച്ചിട്ടുള്ള ഈ വിശ്വാസമല്ല, അത് ഞാൻ ഒരിക്കലും നശിപ്പിക്കില്ല എന്ന് ആലോചിച്ചിട്ട് അതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഉത്തായ്മയാണ്. ഉത്തായ്മയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഡാൻസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഡാൻസ് ചെയ്യാനുള്ള അനുകൂലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാൻസ് കേഴ്സ് എനർജികളെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യും. ഉത്തായ്മയുടെ റേഞ്ചിലാണ് ആ കേഴ്സ് എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൾക്ക് അത് ഒരുപാട് തവണ അതായത് ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും അവന്റെ കേഴ്സ് എനർജി. ആൻഡ് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന കേഴ്സ് എനർജിനെ വീണ്ടും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഡാൻസും ഹാൻഡ് സൈൻസും ഇൻസ്ട്രുമെന്റ്സും യൂസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഇതെല്ലാം ഗോജോ സാത്തോറോക്ക് വേണ്ടിയിട്ടായിരിക്കും. ആൻഡ് ഇതിനുശേഷം വേൾഡിൽ തന്നെ സ്ട്രോങ്ങസ്റ്റ് സോഴ്സർ ആയിട്ടുള്ള ഗോജോ സാത്തോറോ ഫൈറ്റിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ആൻഡ് ഫൈറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഗോജോ സാത്തോറോ ഫസ്റ്റ് തന്നെ മൊത്തം അതായത് 200% കേഴ്സ് എനർജി ടെക്നിക്ക് എടുത്തിട്ട് ഹോളോ പർപ്പിൾ ഫസ്റ്റ് അറ്റാക്ക് ചെയ്യും. ആൻഡ് ഈ ഫസ്റ്റ് അറ്റാക്ക് ചെയ്തതിന് ശേഷം ഗോജോയുടെ ഒരു പോസ് ഉണ്ട്, ആ പോസ് ഞാൻ നമ്മുടെ പാനലിൽ വെക്കാം. ആൻഡ് ഈ ഫസ്റ്റ് അറ്റാക്കിന് ശേഷം അതായത് ഗോജോയുടെ ഈ അറ്റാക്ക് ലിറ്ററലി സുക്കുണക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഫീൽ ചെയ്തതിനു ശേഷം ലിറ്ററലി സുക്കുണയുടെ എക്സ്പ്രഷൻ മാറ്റിയിട്ട് ആ അറ്റാക്ക് തടുക്കാൻ നോക്കും. ആൻഡ് ഇതുപോലെ ആയിരിക്കും അറ്റാക്ക്. ലിറ്ററലി ബിൽഡിങ്സ് എല്ലാം തവിട്ട് പൊടിയായി ഉണ്ടാവും. ബാക്കിയുള്ള ബിൽഡിംഗ് പോട്ടെ, സുക്കുണ നിന്ന ബിൽഡിങ്ങിനെ ഡിസൻഗ്രേറ്റഡ് ആവും. ആൻഡ് സുക്കുണവും തല നാരടക്കി അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. ആൻഡ് ഇതിനുശേഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കിയോട്ടാക്ക വെച്ചിട്ട് അതായത് ഗോജോ ഒരു ബാരിയർ ഉണ്ടാക്കില്ല. ആ ബാരിയർ ഉണ്ടാക്കാൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോജോ ചെയ്യുന്ന അറ്റാക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് സുക്കുനക്ക് മനസ്സിലാവരുത്. സുക്കുനക്ക് അതൊരു സർപ്രൈസ് ആയിട്ടുള്ള അടിയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഗോജോ ഭയങ്കര അരോഗന്റ് ആയിട്ട് സുക്കുനയോട് സംസാരിക്കും. അതായത് സുക്കുനോട് പറയും യു ആർ ദ ചലഞ്ചർ ഹിയർ, അതായത് നീയാണ് ഇപ്പൊ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടിട്ട് സുക്കുണ ബി ലൈക്ക് യു ഡാം ബ്രാറ്റ്. ആൻഡ് ഇതിനുശേഷം സുക്കുണ ഒന്ന് ചിരിച്ചോണ്ട് വയ്ക്കും, ഞാനാണോ ചലഞ്ചർ, ഞാൻ ചലഞ്ചർ ആണെന്നോ, എനിക്ക് തോന്നുന്നു നീ മനക്ക് ഭയങ്കരമായിട്ട് പൊലിവായിട്ടുണ്ടെന്ന്. ഒരു സർപ്രൈസ് അറ്റാക്ക് തന്നു, അത് സക്സസ്ഫുൾ ആയി, അതിന് ഇങ്ങനെയൊക്കെ സന്തോഷിക്കാൻ പാടുന്നുണ്ടോ? നീയും ബാക്കി മീനുകളെ പോലെ അതായത് ഞാൻ അറക്കാൻ വിട്ടേക്കുന്ന ബാക്കി മീനുകളെ പോലെ ഒരു മീൻ മാത്രമാണ്.
ഒരു കാര്യം എന്ന് വെച്ചാൽ നീ ഇത്രയും ഫ്രഷ് ആണ്, അത്രേ ഉള്ളൂ. ഇതുകൊണ്ട് തന്നെ നീ വല്ലാണ്ട് അങ്ങോട്ട് പൊങ്ങണ്ട. ആൻഡ് ഇതിനു ശേഷം സുക്കോണയുടെ ഫൈറ്റിംഗ് സ്റ്റാൻസ് എടുക്കുന്നു. ഫൈറ്റിംഗ് സ്റ്റാൻസ് എടുത്തതിന് ശേഷം തുടങ്ങാം. ഞാൻ തന്നെ നിന്റെ സ്കെയിൽ ഞാൻ പീൽ ചെയ്ത് തുടങ്ങാന്ന് പറയും. ആൻഡ് ഇതിന്റെ റിപ്ലൈ ആയിട്ട് ഗോജോ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കും, നീ ഇപ്പോഴും എന്തിനാണ് മെഗുമയുടെ ഫേസ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ നീ ഇപ്പോഴും ആ ഫേസ് യൂസ് ചെയ്തോണ്ടിരുന്ന ഞാൻ ഹോൾഡ് ബാക്ക് ചെയ്യുമെന്ന്? ഇനി അങ്ങനെയാണെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മായ്ച്ച് കളഞ്ഞേക്ക്. കാരണം എന്റെ അടുത്ത് ഒരുപാട് സമയം ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നീ മെഗുമയുടെ ഉള്ളിലായതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ മൊത്തമായിട്ട് തന്നെ വെളിയിലെടുക്കാമെന്നും പറയും. അതിനുശേഷം ഗോജോയുടെ ഫൈറ്റിംഗ് സ്റ്റാൻസ് എടുക്കുന്നു. ആൻഡ് ഇങ്ങനെ നിന്നതിന് ശേഷം ഗോജോ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. ലാസ്റ്റ് ടൈം നീ യൂജിയുടെ ശരീരത്തിലായപ്പോൾ നീ ഒരു തവണ നീ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാ. പക്ഷെ ഇപ്രാവശ്യം നിന്നെ ഞാൻ കൊല്ലാണ്ട് വിടില്ല. ഇൻഫാക്ട് നീ മെഗുമയുടെ ഉള്ളിലാണെങ്കിൽ പോലും നിന്നെ തോൽപ്പിച്ചതിന് ശേഷം അവൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പിന്നെ തീരുമാനിച്ചോണ്ടെന്ന് പറയും. ആൻഡ് ഇതിനുശേഷം ഒരു വിന്റർ സോൾജർ വൈബിൽ ഇവർ രണ്ടുപേരും ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ നമുക്ക് അതായത് ലിറ്ററലി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഗോജോ അത്രയും ഓവർപവർഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. സുക്കോണയുടെ ഓരോ അടിയും ഡോഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും ഗോജോ. ഡോഡ്ജ് ചെയ്തതിന് ശേഷം അപ്പൊ തന്നെ ഒരു അടി അടിക്കും. സുക്കോണ മതിലിൽ പോയി വീഴും. എന്റെ അടിച്ച അടിയിൽ പല മതിലുകളും താണ്ടി പോയി വീഴും. എന്റെ കെട്ടിയ അടിയിൽ നിന്ന് എങ്ങനെയൊക്കെയോ നീക്കാൻ നോക്കുന്ന സുക്കോണയെ അപ്പൊ തന്നെ അവിടെ വന്നിട്ട് ഗോജോ കാലിൽ വെച്ച് ഞെരിക്കാൻ നോക്കും. ആൻഡ് ഇവിടുന്ന് ഗോജോ അടിക്കാൻ പോകുന്ന ഓരോ അടിയിലും നിലം കുലുങ്ങുന്നുണ്ടാവും. നിലത്ത് ലിറ്റർ ഒരാൾ ചുറ്റി കഴിച്ച് അടിക്കുന്ന പോലെ ആയിരിക്കും കാണുന്നുണ്ടാവുക. ആൻഡ് ഇതിനുശേഷം ഇവരൊരു ബ്രിഡ്ജിലോട്ട് എത്തുമ്പോൾ സുക്കോണ ട്രിക്ക് യൂസ് ചെയ്തിട്ട് ആ ഗോജോന്ന്, അതായത് ഗോജോന്റെ ഓരോ അറ്റാക്കൊന്ന് എങ്ങനെയൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നോക്കും. ഇവിടെ ഗോജോ മൊത്തം ബ്രിഡ്ജ് അങ്ങോട്ട് പൊക്കി എടുത്തിട്ട് ഇവൻ സുക്കോണ അതിനുള്ളിൽ വെച്ചിട്ട് അതിലൊരു ബിൽഡിങ്ങിൽ കൊണ്ടുപോയി അമർത്തും. സുക്കൂണ ഞെരിക്കും അവിടെ. ആൻഡ് ഈ അറ്റാക്കിന്റെ കൗണ്ടർ അറ്റാക്ക് ആയിട്ട് സുക്കൂണ ഡിസ്മാൻഡിൽ അറ്റാക്ക് യൂസ് ചെയ്യും. ആൻഡ് ഈ അറ്റാക്ക് ഗോജോ ഡോഡ്ജ് ചെയ്യാൻ നോക്കും. പക്ഷെ ഗോജോയുടെ ബാക്കിൽ ഉണ്ടായിരുന്ന ആ ബിൽഡിംഗ് 2 കഷ്ണമായിണ്ടാവും. ആൻഡ് ഇതുകൊണ്ടൊരു ഗോജോ കുറച്ച് അധികം ഷോക്ക് ആയിണ്ടാവും. അപ്പൊ തന്നെ സുക്കൂണ ഗോജയെ പഞ്ച് ചെയ്യാൻ വരും. ആൻഡ് ഗോജോ പഞ്ച് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന അവിടെ ഇൻഫിനിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന്. ബട്ട് സർപ്രൈസിംഗ്ലി ഗോജോക്ക് അടി കൊള്ളും. സുക്കൂണ അടിച്ച പഞ്ച് ഗോജോക്ക് കൊള്ളും. ഓൾ ബിക്കോസ് ഓഫ് ഡോമിൻ ആപ്ലിക്കേഷൻ ഗോജോക്ക് അടി കൊണ്ടതിന് ശേഷം ഇവർ രണ്ടുപേരും ആ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങിന്റെ ഉള്ളിലോട്ട് ചെന്ന് കയറും. ആൻഡ് അവിടെ നിന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇവരിതിനുള്ളിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ഫൈറ്റിന്റെ പ്രതിഫലമായിട്ട് ആ ബിൽഡിംഗ് ലിറ്ററലി പൊടിയായി പോവും. അതായത് ലിറ്ററലി കാറ്റും പൊടിയായി പോകും. ആ കാറ്റിന്റെ പൊടിയുടെ ഉള്ളിൽ കൂടെ ഇവർ രണ്ടുപേരും നടന്നിരുന്ന ഒരു പാനലുണ്ട് മോനെ. അതിന്റെ ഫൈറ്റിന് മുന്നേ രണ്ടുപേരും ഭയങ്കരമായിട്ട് സീരിയസ് ആണെന്നുണ്ടെങ്കിലും ഈ പോയിന്റിൽ അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ കളിച്ചിരിക്കും. ആൻഡ് ഇതിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത പാട്ടിൽ പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ പാട്ടിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും പറയാം. ഈ വീഡിയോക്ക് ഒരു 50 ലൈക്കെങ്കിലും, അതായത് കെ അല്ല 50, വെറും 50 ലൈക്കെങ്കിലും ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും 50K ഓക്കെ എന്നാ ഒരു 50 ലൈക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അടുത്ത പാട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.